ഈ അവകാശവാദങ്ങൾ ഇങ്ങനെ തുടരുമ്പോഴും വി.ഡി. സതീശൻ കൃത്യമായ നിലപാടുകൾ പറയുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി സ്ഥാനം ഇല്ലെങ്കിൽ മറ്റ് സ്ഥാനമാനങ്ങൾ വേണ്ട എന്ന നിലപാടിലേക്ക് പോകുന്നു സതീശൻ എന്നൊക്കെയുള്ള ചില സോഴ്സുകളിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ MLA-മാരെ കണ്ടു കഴിഞ്ഞു. പക്ഷേ അവിടെ കൊണ്ട് നിർത്തുന്നില്ല. AICC നിരീക്ഷകർ ജനങ്ങളുടെ പൊതുഅഭിപ്രായം നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഘടകകക്ഷി നേതാക്കളെ കാണുന്നു. അതിൽ നിന്നെല്ലാം കിട്ടുന്ന വിവരങ്ങൾ കൃത്യമായി ഹൈക്കമാൻഡിനെ ധരിപ്പിക്കുക. അതിൽ നിന്നെല്ലാം ഒരു പേരിലേക്ക് ഹൈക്കമാൻഡ് എത്തും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിൽ നമ്മൾ കടക്കുന്നു. കണ്ണൂർ എടക്കാട് മേഖലയിൽ കെ സുധാകരന്റെ നാട്ടിൽ വി.ഡി. സതീശനെ പിന്തുണച്ച് യൂത്ത് കോൺഗ്രസിന്റെ പോസ്റ്റർ. ജയിപ്പിക്കാൻ അറിയാമെങ്കിൽ ഭരിക്കാനും അറിയാം എന്നാണ് പോസ്റ്ററിലെ വാചകം. കെ സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിൽ വി.ഡി. സതീശനെ പിന്തുണയ്ക്കുന്നവരുടെ കമന്റുകളും അതിനിടെ നിറയുകയാണ്. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അജീഷ്, കണ്ണൂരിൽ ഇങ്ങനൊരു കാഴ്ച അത് അസാധാരണമാണെന്ന് പറയാം. അതും കെ സുധാകരന്റെ നാട്ടിൽ വി.ഡി. സതീശന് വേണ്ടി ഒരു പോസ്റ്റർ ഉയർത്തുന്നത് യൂത്ത് കോൺഗ്രസ് ആണ്. ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി എന്ന് പറയുന്നത് കണ്ണൂരിൽ അത് കെ സുധാകരനാണ്. പക്ഷേ എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനൊരു പോസ്റ്റർ? ഈ മുഖ്യമന്ത്രി തീരുമാനത്തിൽ തർക്കം തുടർന്നതോടെയാണ് യൂത്ത് കോൺഗ്രസ് നേരിട്ട് വി.ഡി. സതീശനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയത്. നേരത്തെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് തന്നെ ഈ ജനവികാരം മനസ്സിലാക്കിയില്ലെങ്കിൽ പിണറായി വിജയനുണ്ടായ പതനം പാർട്ടിക്കുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിക്കൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഇപ്പോൾ അതിന് പിന്നാലെയാണ് എടക്കാട് മേഖലയിൽ, അത് കെ സുധാകരന്റെ സ്വന്തം നാടാണ്. കെ സുധാകരൻ മുമ്പ് മത്സരിച്ച് ജയിച്ചിരുന്ന കണ്ണൂരിൽ അതിനുൾപ്പെട്ട സ്ഥലമാണ്. കെ സുധാകരന്റെ വീടായ നടാലിന് തൊട്ടടുത്തുള്ള സ്ഥലമാണ്. അവിടെയാണ് വി.ഡി. സതീശനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു ഫ്ലെക്സ് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത്. ജയിപ്പിക്കാൻ അറിയാമെങ്കിൽ ഭരിക്കാനും അറിയാം എന്നാണ് ഈ ഫ്ലെക്സിൽ പ്രധാനമായും എഴുതിയിട്ടുള്ളത്. പക വീട്ടാനുള്ളതാണ്, പകരം വീട്ടാൻ ആണത്തമുള്ളവൻ നയിക്കട്ടെ എന്നുള്ള വാചകങ്ങളും ഉള്ള മറ്റൊരു ഫ്ലെക്സും ഈ എടക്കാട് മേഖലയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. എന്തായാലും കെ സുധാകരൻ പരസ്യമായി തന്നെ കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ചതോടെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിലും വ്യാപകമായിട്ടുള്ള കമന്റുകളാണ് വി.ഡി. അനുകൂലിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കെ സുധാകരൻ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചതിനെതിരെ പരസ്യമായി തന്നെ വിമർശനവുമായിട്ടാണ് വി.ഡി. അനുകൂലികൾ രംഗത്തെത്തിയിരിക്കുന്നത്. അത് പല പദപ്രയോഗങ്ങളും നമുക്ക് പുറത്തു പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള രോഷപ്രകടനമാണ് വി.ഡി. അനുകൂലിയുടെ ഭാഗത്ത് നിന്ന് കെ സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിലെ കമന്റുകളായി ഉയരുന്നത്. എന്തായാലും കടുത്ത പ്രതിഷേധമാണ് വി.ഡി. അനുകൂലിയുടെ ഭാഗത്ത് നിന്ന് കെ സുധാകരനെതിരെ ഉയർന്നിട്ടുള്ളത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിൽ അതാണ് നമ്മൾ കാണുന്നത്. എന്തായാലും കെ സുധാകരന്റെ നാട്ടിലും വി.ഡി. സതീശനായിട്ട് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പോസ്റ്റർ പ്രചാരണം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് അടക്കം ജില്ലാ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട ഭാരവാഹികളടക്കം വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രിയായി വരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരസ്യമായി തന്നെ രംഗത്തെത്തിയിരുന്നവരെല്ലാം തന്നെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റുകളും ഇടുന്നുണ്ട്. പ്രജിൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.